എല്ലാവർക്കും ഫീനിക്സ് ആർട്ട് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റെഡ് കളറിൻ്റെ പലതരം ഷെയ്ഡ്സ് എങ്ങനെ ചെയ്യാമെന്നതാണ്. ഇതിനായി യൂസ് ചെയ്യുന്ന മെയിൻ കളർ ക്രിംസൺ റെഡ് ആണ്. ഇതാണ് ക്രിംസൺ റെഡ്. ഈ കളറിൽ കുറച്ചുകൂടി വാട്ടർ മിക്സ് ചെയ്ത് ലൈറ്റ് ആകുമ്പോൾ ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡ് കിട്ടും. അടുത്ത ഷെയ്ഡ്സ് എല്ലാം ഇത് തന്നെയാണ്. ഇപ്പോൾ കിട്ടിയ കളറിൽ കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും ലൈറ്റ് ആവും. അടുത്തത് ക്രിംസൺ റെഡും സ്കാർലറ്റ് ലേക്കും കൂടി മിക്സ് ചെയ്തപ്പോൾ കിട്ടുന്ന കളറാണ്. ഇപ്പോൾ കിട്ടിയ കളറിൽ കുറച്ചുകൂടി റെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് അടുത്തത്. ക്രിംസൺ ലേക്കിൽ അല്പം ബ്ലാക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് ഇത്. ഈ കളറിൽ കുറച്ചുകൂടി റെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷെയ്ഡ്സ് ആണ് അടുത്ത രണ്ടെണ്ണം. ക്രിംസൺ റെഡിൽ അല്പം ലെമൺ യെല്ലോ ചേർക്കുമ്പോൾ കിട്ടുന്ന ഓറഞ്ച് ഷെയ്ഡാണ് അടുത്തത്. യെല്ലോയുടെ അളവ് കൂടുന്തോറും ഷെയ്ഡ് ഓറഞ്ച് ആയി വരും. ക്രിംസൺ റെഡിൽ അല്പം പ്രഷ്യൻ ബ്ലൂ ചേർത്ത് വീണ്ടും വേറെ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ കുറച്ചുകൂടി പ്രഷ്യൻ ബ്ലൂ ആഡ് ചെയ്യുമ്പോഴാണ് വയലറ്റ് കിട്ടുന്നത്. ഇപ്പോൾ മിക്സ് ചെയ്ത കളറിൽ റെഡിൻ്റെ അളവാണ് കൂടുതൽ. ഇപ്പോൾ കിട്ടിയ കളറിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ലൈറ്റ് കളർ ഷെയ്ഡാണ് അടുത്തത്. റെഡ് കളറിൽ കുറച്ചധികം ബ്ലൂ മിക്സ് ചെയ്തപ്പോൾ കിട്ടുന്ന കളറാണിത്. ഇതിൽ കുറച്ചുകൂടി റെഡ് ആഡ് ചെയ്തപ്പോൾ വേറെ കളർ കിട്ടും.
വയലറ്റ് കളറിൽ അല്പം സ്കാർലറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണിത്. വയലറ്റിൽ കുറച്ചുകൂടി ഓറഞ്ച് കളർ ചേർക്കുമ്പോൾ വീണ്ടും ഷെയ്ഡ് മാറി മാറി വരും. ക്രിംസൺ റെഡ്, ബ്ലാക്ക്, വൈറ്റ് വാട്ടർ കളർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് അടുത്ത കളർ കിട്ടുന്നത്. കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ലൈറ്റർ ഷെയ്ഡ് കിട്ടും. ക്രിംസൺ റെഡിൽ യെല്ലോ ഓക്കർ ചേർക്കുമ്പോൾ കിട്ടുന്ന കളറാണ് അടുത്തത്. ഈ കളറിൽ കുറച്ചുകൂടി റെഡ് ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന കളറാണ് അടുത്തത്. ഇപ്പോൾ മിക്സ് ചെയ്ത കളറിൽ കുറച്ചുകൂടി ബ്ലാക്ക് ചേർക്കുമ്പോൾ വീണ്ടും ഡാർക്കർ ഷെയ്ഡ് കിട്ടും. അല്പം വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും പിങ്ക് പോലത്തെ ഷെയ്ഡ് കിട്ടും. ഇപ്പോൾ കിട്ടിയ പിങ്ക് ഷെയ്ഡിൽ കുറച്ച് ലെമൺ യെല്ലോ ചേർക്കുമ്പോൾ വേറെ കളർ കിട്ടും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെഡിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ടാക്കുന്നത്. Thanks for watching my video.